ബിഗ് ബോസിൽ തന്റെ ജീവിതകഥ പങ്കുവച്ച സെലിബ്രിറ്റി ട്രെയിനറായ ജിൻഡോ വൈറലാകുന്നു. അവതാരകനായി എത്തിയത് സിജോയും. ഇന്ന് താനൊരു സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറും ഇന്റർനാഷണൽ ബോഡി ബിൽഡറും നിരവധി അവാർഡുകൾ നേടിയ വ്യക്തിയുമാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ദാരിദ്ര്യത്തിന്റെ ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നു എന്നാണ് ജിൻഡോ പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി തന്റെ അമ്മയാണെന്ന് ജിൻഡോ പറഞ്ഞു. നോമിനേഷനിൽ വന്നപ്പോൾ ദേഷ്യത്തോടെയായിരുന്നു ജിൻഡോയുടെ പ്രതികരണം. ബിഗ് ബോസ് ഹൗസിൽ നല്ല ചായ കിട്ടിയില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ച ജിൻഡോ സ്ക്രീൻ സ്പേസിന് വേണ്ടി ബഹളം വയ്ക്കുന്നുവെന്നായിരുന്നു അന്ന് മറ്റ് മത്സരാർത്ഥികൾ പറഞ്ഞത്. മുൻ സീസണുകളിൽ മത്സരാർത്ഥി വന്ന് തന്നെക്കുറിച്ച് പറയുന്നതായിരുന്നു രീതി. എന്നാൽ ഈ സീസണിൽ അഭിമുഖത്തിന്റെ മോഡലിലാണ് മത്സരാർത്ഥികൾ ജീവിതം പറയേണ്ടത്. ഇത് പ്രകാരം ജിൻഡോ തന്റെ ജീവിതം പറയുമ്പോൾ സിജോ ആയിരുന്നു അവതാരകന്റെ റോളിലെത്തിയത്. കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു താൻ ജീവിച്ചത് എന്നാണ് ജിൻഡോ പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും 3 മക്കളിൽ മുതിർന്ന ആളായാണ് ജിൻഡോയുടെ ജനനം. എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനായിരുന്നു. അമ്മയും ഏതെങ്കിലുമൊക്കെ പണിക്ക് പോയിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. ഞാനാണ് മൂത്തയാൾ. 6ാം ക്ലാസ് മുതൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നതായിരുന്നു എൻ്റെ ചിന്ത. ലൂബിക്ക ഉപ്പിലിട്ട് വിറ്റും പള്ളിപ്പറമ്പിലെ കപ്പലണ്ടി വിറ്റും നോക്കി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 മാസത്തെ അവധിക്കാലത്ത് തൃശ്ശൂരിലെ ഒരു ബാറിൽ ജോലിക്ക് കയറി. പാത്രം കഴുകലായിരുന്നു ജോലി. ആളുകൾ ഛർദ്ദിച്ചത് കോരിയാൽ 10 രൂപ കിട്ടും. അന്ന് 10 പേർ ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം 100 രൂപ കിട്ടുമല്ലോ. ഒരറപ്പും ഇല്ലാതെ ഞാൻ ആ ജോലി ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്ന് അമ്മയോട് മാത്രം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ വളരണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരാട്ടെ ക്ലാസ്സിൽ പോയിരുന്നു. 2 മാസം ഫീസ് കൊടുക്കുമ്പോൾ പിന്നെ പോകാൻ പറ്റില്ല. അവിടെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ അടിച്ചു വാരും. അങ്ങനെ സാർ വന്ന് പഠിപ്പിക്കും. 9ാം ക്ലാസ്സിൽ വച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ നോമിനേഷനിൽ വന്നപ്പോൾ എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് എന്ന്? അമ്മ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണും. ശ്വാസകോശത്തിൽ അസുഖമുള്ള ആളാണമ്മ. അമ്മയ്ക്ക് വേണ്ടി 1 മാസം ചെലവാക്കുന്ന കാശിന് കണക്കില്ല. ഞങ്ങളെ അങ്ങനെ നോക്കിയതാണമ്മ. അപ്പോൾ അമ്മ കാണും നോമിനേഷൻ. അതാണ് അങ്ങനെ പ്രതികരിച്ചത്. അല്ലാതെ ഞാൻ കയറിപ്പോരില്ല എന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്നൊരു ചിന്തയുള്ള ആളായിരുന്നു താനെന്ന് കൂട്ടിച്ചേർത്തു. നിലവിൽ താൻ ഡിവോഴ്സിയാണ് എന്ന് ജിൻഡോ പറയുന്നു. 10 വർഷത്തോളം ഭാര്യയ്ക്കൊപ്പം ജീവിച്ചു. ചേട്ടൻ എന്നെ ഒരടി അടിച്ചിരുന്നുവെങ്കിൽ ഞാൻ നേരെ ആകുമായിരുന്നു എന്നാണ് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവൾ എന്നോട് പറഞ്ഞ കാര്യം. ഞാൻ ഇതുവരെയും സ്ത്രീകളെ കൈനീട്ടി അടിച്ചിട്ടില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി, ജിൻഡോ പറഞ്ഞു. ഇന്ന് ഞാൻ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറാണ്. ഇൻ്റർനാഷണൽ ബോഡി ബിൽഡറാണ്. IPS ലെവൽ പോലീസ് ട്രെയിനറാണ്. DGP അടക്കം മദർ തെരേസ അവാർഡ് ഹോൾഡറാണ്. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ കോച്ചാണ്. ആദിശങ്കര കോളേജിലെ ഫിസിക്കൽ ട്രെയിനറാണ്. കേരളത്തിൽ മൊത്തമായിട്ടും 8 ഫിസിക്കൽ സെൻ്ററുണ്ട്. ഈ നിലകളിലാണ് ഇന്ന് ജനങ്ങളെന്നെ അറിയുന്നത്, ജിൻഡോ പറയുന്നു. എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോ നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകൻ എന്ന രീതിയിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. 20 വർഷമായി ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തി വരികയാണ്. എറണാകുളം, കോതമംഗലം, മൂന്നാർ, ആലുവ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 8ഓളം ശാഖകളുണ്ട്. ഏതാനും സിനിമകളിലും ജിൻഡോ അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ മണിയുടെ പ്രമുഖൻ എന്ന സിനിമയിലാണ് ജിൻഡോ ആദ്യമായി അഭിനയിച്ചത്. ഗോദ, പഞ്ചവർണ്ണ തത്ത, ജാക്ക് ഡാനിയൽ തുടങ്ങിയ ചിത്രങ്ങളിലും ജിൻഡോ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.